ഹായ് ഗൈസ്, എല്ലാവർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ വേറെ നല്ല ഒരു ഗെയിമിംഗ് കീബോർഡാണ്. ഓക്കെ, അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് കീബോർഡാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാണ്. അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. XPGയുടെ സമ്മണർ RGB കീബോർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാട്ടെ കീബോർഡ്. വെട്ടമടിക്കുന്നവരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു പെട്ടി അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു ടീഷർട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. XPGയുടെ തന്നെ ഒരു ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഈ ബനിയൻ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഈ ടീഷർട്ട് അങ്ങോട്ട് ഇട്ടാലോ? ഓക്കെ, അപ്പോൾ ഞാൻ ടീഷർട്ട് ഇടാൻ വേണ്ടി പോണ്. റെഡി, 1 2 3 ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ XPGയുടെ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ടീഷർട്ട് ഇട്ടു. ഇനിയാണ് നമ്മുടെ ബോക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ XPGയുടെ ബോക്സ്. അപ്പോൾ ഒരു ഇത് ഉണ്ട് മാറ്റി ഇത് കാണാം, XPG സമ്മണർ എന്നും പറഞ്ഞ് കീബോർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യമേ തന്നെ ഇതിൻ്റെ കുറച്ച് സ്റ്റിക്കറിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പൊട്ടിക്കാനുണ്ട്. ഓക്കെ, ആ ബോക്സിന് പിന്നെ ബോക്സിൽ ഇവർ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. RGB ലൈറ്റിങ്, പിന്നെ മാഗ്നറ്റിക് റെസ്റ്റ് ഉണ്ട്, പിന്നെ മീഡിയ കൺട്രോൾ, USB പാസ് ത്രൂ പോർട്ട്, പിന്നെ 9 റീപ്ലേസബിൾ കീ ക്യാപ്സും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ബോക്സ് ഓപ്പൺ ചെയ്തു. ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യമേ തന്നെ വരുന്നത് ഇതാണ് ആ റീപ്ലേസബിൾ കീസ് കേട്ടോ. അതെത്രണ്ണം ഉണ്ട്? 4 4 8 9 എണ്ണമാണ് റീപ്ലേസബിൾ കീസ് വരുന്നത്. ഇതൊരെണ്ണം ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ പെട്ടിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഒരു ഗൈസ് വേറെ സാധനം വരുന്നുണ്ട്, യൂസർ മാനുവൽ. ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂസർ മാനുവൽ അങ്ങനെ നമുക്ക് ചുമ്മാ അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ അതിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇതിൽ യൂസർ മാനുവലിലാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എത്ര കീസ് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട് ഗൈസ്. BA ഹീറോ എന്നും പറഞ്ഞ് XPGയുടെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. അതെന്തായാലും പൊളിച്ചേട്ടാ, നമുക്ക് എന്തായാലും PC-യിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങൾ നമുക്ക് ഇപ്പോൾ കറൻലി ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് ആ ഒരു കവറിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ്. നമുക്ക് ഇനി മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡാണ്. അപ്പോൾ കീബോർഡ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. കീബോർഡിനൊപ്പം തന്നെ വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കീബോർഡ് ഓപ്പണാക്കി. വേറെ ബോക്സിൽ വേറെ ഒരു ഐറ്റവും വരുന്നില്ല കേട്ടോ. അപ്പോൾ ബോക്സ് ഞാൻ മാറ്റുകയാണ്. നമ്മുടെ കീബോർഡിൻ്റെ ഒപ്പം വരുന്നു എന്ന് പറഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ ഹാൻഡ് റെസ്റ്റ്. അതെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹാൻഡ് റെസ്റ്റ് നമ്മൾ എൻ്റെ മോനെ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട് കണ്ടോ. നല്ല അടിപൊളി ഇതിൽ തന്നെയാണ് ഹാൻഡ് റെസ്റ്റും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ കൈ ഇങ്ങനെ വെക്കാനായിട്ടുള്ളത് ഞാൻ എന്തായാലും അത് എൻ്റെ ഡെസ്കിൽ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമ്മുടെ XPGയുടെ കീബോർഡ്. ഇതാണ് നമ്മുടെ കീബോർഡ് മച്ചാനെ. ഓക്കെ, കീബോർഡിൻ്റെ കവർ മാറ്റി. ഇതാണ് നമ്മുടെ കീബോർഡ്. എൻ്റെ മോനെ സെറ്റപ്പ് കേട്ടോ. എൻ്റെ കീയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മണം, പുതിയ ഐറ്റത്തിൻ്റെ മണമല്ലേ, നല്ല മണം. ഓക്കെ, ഇതൊരു മെക്കാനിക്കൽ കീബോർഡാണ്, XPG സമ്മണർ. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഒരു USB പോർട്ട് ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാലേ അതുപോലെ ഇവിടെ 2 USB പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമ്മുടെ കീബോർഡിൻ്റെ USB ആണ്. പിന്നെ വരുന്ന ഒരു USB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പെൻഡ്രൈവ് ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് കുത്തേണ്ട ആവശ്യമില്ല. നേരെ ഈ 2 USB എടുത്ത് കമ്പ്യൂട്ടറിൽ കുത്തുക, എന്നിട്ട് പെൻഡ്രൈവ് ഒക്കെ നമുക്ക് കീബോർഡിൽ യൂസ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ടാണ് അവർ ആ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മ്യൂട്ട് ബട്ടനൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മ്യൂട്ട് ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, കമ്പ്യൂട്ടറിൻ്റെ ഫുൾ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനൊക്കെ അതിനൊരു കൺട്രോളർ പോലെ തന്നെ നമുക്ക് ഇവിടെ ഇട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സാധാരണ നോർമൽ കീസും കാര്യങ്ങളും. ഇതാണ് കീബോർഡിൻ്റെ ഒച്ച. ഒന്നും കൂടി കേട്ടോ, അത് ഒച്ച ക്ലിയർ ആയിട്ടൊക്കെ.
മെക്കാനിക്കൽ കീബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും ആ ഒരു ഒച്ചയാണ് വേണ്ടത്. പക്ഷേ ബാക്കിയുള്ള മെക്കാനിക്കൽ കീബോർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന് സൗണ്ട് കുറവാണ്. സൗണ്ട് ഉണ്ട്, എന്നാൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ള കീബോർഡുകൾ വെച്ച് നോക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ലൈറ്റ് പാറ്റേണൊക്കെ മാറ്റാൻ എളുപ്പമാണ്. നിങ്ങൾ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, പിന്നെ F1, F2, F3 അങ്ങനെ എനിക്ക് ഓൾറെഡി ഇതിൻ്റെ കളർ കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റും. പിന്നെന്താ 9 റീപ്ലേസബിൾ കീസ് ഉണ്ട്. ഇത് ഫുൾ ബ്ലാക്കാണ് കീസ് വരുന്നത്. ഓക്കെ, നമ്മൾ റീപ്ലേസബിൾ കീസ് റെഡ് കളറാണ്. നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട് പറ്റും, ഇഷ്ടമുള്ള അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മൾ ഈ ഒരു കീബോർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോണിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു പ്രീമിയം ക്വാളിറ്റി കീബോർഡാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 9,000 to 10,000 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9,300 സംതിങ് ആണ് ഇപ്പോൾ ആമസോണിൽ. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒരു എന്താ പറയുക, ഒരു കീബോർഡിലേക്ക് നല്ല രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലോങ് ടൈമിലേക്ക് വേറെ കീബോർഡൊന്നും ചിന്തിക്കാതെ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കീബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ XPGയുടെ സമ്മണർ ഓൾറെഡി ഞാൻ പണ്ട് തൊട്ടേ ഈ ഒരു കീബോർഡ് സെയിം കീബോർഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്കറിയാം, അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മുടെ പണ്ടത്തെ ആ ഒരു അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ലൈറ്റ് കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി അതല്ലാതെ XPGയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങൾ നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് PC-യിൽ വെച്ച് തന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ല കലക്കൻ വീഡിയോയിൽ കാണാം ഗൈസ്. എല്ലാവർക്കും goodbye.